ഗാസ മുനമ്പിലേക്ക് സന്നദ്ധ സംഘടനകളുടെ സഹായം എത്തുന്നത് ഇസ്രയേൽ തടഞ്ഞുവെച്ചതോടെ ഗാസയിൽ 6 കുട്ടികൾ കൊടും തണുപ്പിൽ അകപ്പെട്ട് മരിച്ചിരിക്കുകയാണ്. റമാലിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്ന 5 കുട്ടികളും ഖാൻ യൂനിസിൽ ഒരു കുട്ടിയുമാണ് പ്രധാനമായും മരിച്ചത്. മരിച്ചവരിൽ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള പെൺകുഞ്ഞും ഉൾപ്പെടുന്നുണ്ടെന്നത് ഏറെ വേദനാജനകമാണ്. ഗാസയിൽ ഇസ്രയേൽ തരിപ്പണമാക്കിയ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ 10,000-കണക്കിന് പേരാണ് നിലവിൽ ടെന്റ് കെട്ടി താമസിക്കുന്നത്. പെരുമഴയും കൊടും തണുപ്പും ശക്തമായതോടെ മേഖലയിൽ ശിശുമരണം വ്യാപകമായി മാറിയിരിക്കുകയാണ്. ഗാസയിലേക്ക് സഹായം എത്തുന്നത് തടഞ്ഞുവെച്ച ഇസ്രയേൽ നടപടിയും സ്ഥിതി വളരെ രൂക്ഷമാക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ പ്രകാരം 2 ലക്ഷത്തോളം ടെന്റുകളാണ് ഗാസയിലേക്ക് എത്തേണ്ടത്. പക്ഷേ 19,000 ടെന്റുകൾ മാത്രമാണ് നിലവിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. അതേസമയം തന്നെ വെസ്റ്റ് ബാങ്കിലെ തുൽക്കരൈം അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് ഇസ്രയേൽ ആക്രമണത്തെ തുടർന്ന് 12,000 പാലസ്തീൻകാർ പലായനം ചെയ്ത തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ഇസ്രയേൽ ക്യാമ്പിൽ വ്യാപകമായ ആക്രമണമാണ് നടത്തുന്നത്. വെസ്റ്റ് ബാങ്കിൽ ആശുപത്രികൾക്ക് നേരെ ഇസ്രയേൽ നടത്തുന്ന ആക്രമണത്തിൽ ലോകാരോഗ്യ സംഘടന ആശങ്കയറിയിച്ച് രംഗത്ത് വരികയുണ്ടായി. ഈ വർഷം വെസ്റ്റ് ബാങ്കിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെ 44 പ്രാവശ്യമാണ് ഇസ്രയേൽ പ്രധാനമായും ആക്രമണം നടത്തിയത്. വെടിനിർത്തലിന് ശേഷം തുടരുന്ന ഇസ്രയേൽ ആക്രമണത്തിൽ 48,346 പേർ ഇതുവരെ കൊല്ലപ്പെടുകയും ചെയ്തു. ഹമാസുമായി ഉണ്ടാക്കിയ കരാറിന്റെ ആദ്യഘട്ടമായ 42 ദിന വെടിനിർത്തൽ നീട്ടിവെക്കുന്നത് പരിഗണനയിലാണെന്ന് ഇസ്രയേൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 19 നിലവിൽ വന്ന വെടിനിർത്തലിന്റെ ആദ്യഘട്ടം ശനിയാഴ്ചയാണ് അവസാനിക്കുന്നത്. ഹമാസിന്റെ പക്കലുള്ള മുഴുവൻ ബന്ദികളെയും മോചിപ്പിച്ചിട്ടേ അടുത്തഘട്ട ചർച്ചയിലേക്ക് കടക്കുകയുള്ളൂ എന്നാണ് ഇസ്രയേൽ നിലവിൽ കൈക്കൊണ്ടിട്ടുള്ള നിലപാട്. അതേസമയം തന്നെ വെള്ളിയാഴ്ചയോടെയെങ്കിലും 2ാം ഘട്ട വെടിനിർത്തലിൽ ധാരണയുണ്ടാക്കിയില്ലെങ്കിൽ ഹമാസ് ബന്ദികളെ വിട്ടു നൽകുന്നത് അവസാനിപ്പിക്കുമെന്നും അതുപോലെ ഗാസയിലേക്ക് സഹായം എത്തുന്നത് ഇസ്രയേൽ വീണ്ടും പൂർണ്ണമായി തടയുമെന്നും വിദഗ്ധർ ശക്തമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല ബന്ദികളെ കൈമാറുന്നതിൽ ഉറപ്പ് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിട്ടയക്കുമെന്ന് അറിയിച്ച 600ഓളം തടവുകാരെ ഇസ്രയേൽ പിടിച്ചുവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ ഒരിക്കലും സുഗമമാകില്ലെന്ന് തന്നെ പറയാം. 4 ബന്ദികളുടെ മൃതദേഹം വ്യാഴാഴ്ച വിട്ടു നൽകുമെന്ന് അറിയിച്ചിരുന്നു. എങ്കിൽ പോലും ഇസ്രയേൽ നിസ്സഹകരണം തുടർന്നാൽ നടപടിയിൽ നിന്ന് പിന്മാറുമെന്ന് ഹമാസും വ്യക്തമാക്കിയിട്ടുണ്ട്.